തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ബൈബിൾ നിറയെ അത്ഭുതങ്ങളാണ്. ഒരുപാട് രോഗികൾ സുഖപ്പെടുന്നു, മരിച്ചവൻ ഉറപ്പിക്കപ്പെടുന്നു. എന്നാൽ എല്ലാ അത്ഭുതങ്ങൾക്കും ഒടുവിൽ ക്രിസ്തു ചെയ്തൊരത്ഭുതം നമ്മൾ പലപ്പോഴും കാണാതെ പോയി. അത് മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, നോക്കൂ, നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ? എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്? പക്ഷേ ക്രിസ്തു ഒന്നും മിണ്ടിയില്ല. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ക്രിസ്തു ഏറ്റവും ഒടുവിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഒരു മൗനം കൊണ്ടാണ്. എത്രമാത്രം കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്? പക്ഷേ എല്ലാ കുറ്റങ്ങൾക്കും മൗനം കൊണ്ട് മറുപടി നൽകിക്കൊണ്ട് ജീവിതം കൊണ്ട് എഴുതിയ ഒരു വലിയ അത്ഭുതം. ഇതും നമ്മൾ കാണേണ്ട, അനുവർത്തിക്കേണ്ട ഒരത്ഭുതമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് കുറ്റങ്ങളേറെ ഉണ്ടായിരുന്നു. ഭ്രാന്തൻ, പിശാച് ബാധിതൻ, തെറ്റായ പാഠങ്ങൾ പഠിപ്പിക്കുന്നവൻ, ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന ഒരാൾ. പല കുറ്റങ്ങൾ ക്രിസ്തുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരുന്നു. എങ്കിലും എല്ലാ കുറ്റങ്ങളുടെ മുമ്പിൽ മൗനം ഭജിച്ചുകൊണ്ട് ആ മൗനം കണ്ട് ക്രിസ്തു അത്ഭുതപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട, അനുഗമിക്കേണ്ട ഒരു അത്ഭുതമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും അപ്പുറം നമ്മൾ അനുഗമിക്കേണ്ട ഒരു അത്ഭുതം. ലോകത്തിന് മുഴുവനും മുമ്പിൽ ഒരു സ്നേഹത്തിൻ്റെ മൗനം ഭജിക്കാൻ, ആരോടും പരിഭവങ്ങളില്ലാത്ത, വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും എല്ലാം എതിരെ സ്നേഹം നിറഞ്ഞ് ഒരു മൗനം കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വിനീതമായി നിൽക്കേണ്ട ആ ജീവിതമാകുന്ന അത്ഭുതത്തെക്കുറിച്ച് കൂടെ ബൈബിൾ പഠിപ്പിക്കുന്നു. പുതിയൊരു അത്ഭുതം ബൈബിൾ നമുക്ക് കാട്ടിത്തരുന്നു, മൗനം. സ്നേഹപൂർവ്വം. നുറുങ്ങുവെട്ടം